ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്ന കഥാസമാഹാരമാണ്. 9 സ്ത്രീകളുടെ കഥ പറയുന്ന 9 കഥകൾ. അതിൽ ആദ്യത്തെ കഥയാണ് കൊക്കൂൺ മുതൽ ആകാശം വരെ. അതിലെ ആനിയമ്മ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഭർത്താവിന്റെ മരണശേഷം സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രയായി ജീവിക്കുന്ന ആനിയമ്മ. കൊക്കൂണിൽ നിന്ന് ആകാശത്തേക്ക് അവർ പറന്നുയരുന്നു. രണ്ടാമത്തെ കഥയായ പൊരുത്തം. അതിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് രശ്മി എന്ന കഥാപാത്രത്തെയാണ്. മനപ്പൊരുത്തം ഒട്ടുമില്ലാതെ ജാതക പൊരുത്തം മാത്രം നോക്കി വിവാഹ ജീവിതത്തിലേക്ക് കടന്ന രശ്മി. മൂന്നാമത്തെ കഥയാണ് കാളി. കാളി എന്ന കഥയെ വിശേഷിപ്പിക്കാൻ ഈ വാചകങ്ങൾ മാത്രം മതിയാകും. കെട്ടിയ മുടിയൊന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾ കാളുമാറാൻ. പൊട്ടു തൊട്ടാലൊന്ന്, തൊടാഞ്ഞാൽ മറ്റൊന്ന്. വള ഇട്ടാലൊന്ന്, ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന്. കണ്ണെഴുതിയാലൊന്ന്, ഇല്ലെങ്കിൽ മറ്റൊന്ന്. അങ്ങനെ മാറിക്കളയും പെണ്ണുങ്ങൾ. അങ്ങനെ മാറിക്കളഞ്ഞു സാവിത്രിയും. ദേഹത്ത് കാളി കയറിയ സാവിത്രി. നാലാമത്തെ കഥയാണ് മൾബറി. മൾബറിയിൽ പ്രതിപാദിക്കുന്ന പേരില്ലാത്ത ഒരു പെൺകുട്ടി. അച്ഛനും അമ്മയുടെയും അമിത പ്രതീക്ഷയ്ക്ക് മുന്നിൽ, സ്വപ്നത്തിന് മുന്നിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് പേര് നൽകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേരുകൾ അവിടെ ചേർക്കാൻ നമുക്ക് കഴിയും, ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയും. അഞ്ചാമത്തെ കഥയായ ചിത്തിര. ചിത്തിരയിലെ ചിത്തിര കാലം ഏതും കഴിഞ്ഞാലും ഏതൊരു റിലേഷൻഷിപ്പും, ആണും പെണ്ണും കാഷ്വലായി തുടങ്ങുന്ന ഏതൊരു റിലേഷൻഷിപ്പും പെണ്ണിന് മാത്രം പ്രസവം എന്ന ചിന്ത വരുമ്പോൾ പെണ്ണിന് മാത്രം നിറയുന്ന മനസംഘർഷങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നു. ആറാമത്തെ കഥയാണ് ചന്ദ്ര. ചന്ദ്രയിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടാൻ കഴിയും. ഒന്നാണ് ചന്ദ്ര, മറ്റേത് പേരിടാത്ത ഒരു പെണ്ണ്, പേര് കൊടുക്കാത്ത ഒരു കഥാപാത്രം. അതിലെ ചന്ദ്ര കോർപ്പറേറ്റ് ലോകത്ത് പല മുഖമൂടികളഞ്ഞ തൻ്റെ സ്വത്വം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ത്രീ കഥാപാത്രം. അതിൽ രണ്ടാമത്തെ കഥാപാത്രം, പേരറിയാത്ത കഥാപാത്രത്തിന് തുടക്കത്തിൽ ചന്ദ്രയെ ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ പകച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് കോർപ്പറേറ്റ് ലോകത്ത് കുറച്ചു കാലം ജീവിക്കുമ്പോൾ അവൾക്ക് ചന്ദ്രയെ, ആരെക്കാളും നന്നായി ചന്ദ്രയെ അവൾക്കും മനസ്സിലാവുന്നു. ഏഴാമത്തെ കഥയായ ഓൺ എയറിൽ നമ്മൾ കാണുന്നത് ഒരു റേഡിയോ ജോക്കിയായ താരയാണ്, അവളുടെ മിസ്റ്ററി നിറഞ്ഞ പ്രണയവും. രണ്ടാമത്തെ കഥയായ കാടിറങ്ങുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. സൗഭാഗ്യങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും എപ്പോഴും ഭയത്തോടെ ജീവിക്കുന്ന, ഒന്ന് ചിരിച്ചാൽ അടുത്തത് തനിക്ക് കരയേണ്ടി വരും, തന്നെ ചുറ്റിപ്പറ്റി എപ്പോഴും അപകടങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന, എപ്പോഴും ആങ്സൈറ്റിയിൽ ജീവിക്കുന്ന വീണ എന്ന കഥാപാത്രം. മൂന്നാമത്തെ കഥയായ കള്ളി. കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന ആളെ പോലും ശരിക്കും നമുക്ക് എത്ര കണ്ടറിയാം എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരും. അങ്ങനെ 9 വ്യത്യസ്തമായ കഥകൾ, 9 വ്യത്യസ്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ, 9 വ്യത്യസ്തമായ സാഹചര്യങ്ങൾ. അതിൽ റിയൽ സ്റ്റോറികളുണ്ട്, ഫാന്റസി സ്റ്റോറികളുണ്ട്, മിസ്റ്ററി സ്റ്റോറിയുണ്ട്. ഓരോ കഥയും ഓരോ വായന അനുഭവം തന്നെ തരുന്നുമുണ്ട്. കഥകൾ വായിച്ചു കഴിയുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരായോ നമ്മൾ കണ്ടു മറന്നവരായോ പല സ്ത്രീ കഥാപാത്രങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ പല സ്ത്രീകളുടെയും മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എഴുത്തിന് നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ വായന പെട്ടെന്ന് കഴിയുന്നു. ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകം. വായന ഇഷ്ടപ്പെടുന്നവർക്കും വായിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നല്ല പുസ്തകമാണ് അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്ന ഈ കഥാസമാഹാരം. അപ്പോൾ എല്ലാവരും കാളി വായിച്ചു നോക്കുക. അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്